UAE നമ്മുടെ അവസാനത്തെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ വാനരപ്പടകളും നേരത്തെ തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡാൻസ് കളിച്ച് തുള്ളി വരുന്നതാണ് നന്ദുവണ്ണൻ, കഥയിലെ മെയിൻ കഥാപാത്രം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വാങ്ങിച്ചത് ഒരു പെരിപ്പെരിയും ഒരു പെപ്പർ ചാർക്കോളും ആയിരുന്നു. എല്ലാവർക്കും നല്ല പോളിംഗ് ആയതുകൊണ്ട് കിട്ടിയ ഉടൻ തന്നെ എല്ലാം തട്ടി അകത്താക്കി കേട്ടോ. നന്ദുവണ്ണൻ ആദ്യം തന്നെ യുദ്ധം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കഥയിലെ 2 മെയിൻ കഥാപാത്രങ്ങൾ മിസ്സായതുകൊണ്ട് അവരെ പിക്ക് ചെയ്യാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മളെല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നന്ദുവണ്ണൻ അവിടെ ഇരുന്ന് ഗിത്താർ എടുത്ത് വെച്ച് ആർച്ചേ നീ അവളോ അഴക് ഞാൻ ഇത് സൊല്ലി ആവണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ പാട്ട് പിന്നെ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ നീണ്ടു നിന്നു കേട്ടോ. പിന്നെ അവിടെ കരോക്കെയൊക്കെ ഇട്ട് നമ്മൾ പാട്ടൊക്കെ പാടി നല്ലൊരു വൈബായിരുന്നു കേട്ടോ. പിറ്റേന്ന് രാവിലെ നന്ദുവണ്ണനും ആർച്ചേച്ചി മാത്രമേ ഇവിടെ സ്റ്റേ ചെയ്തോളൂ. ബാക്കി എല്ലാവരും പോയായിരുന്നു കേട്ടോ രാത്രി തന്നെ. രാത്രി മീൻസ് ഒരു രാവിലെ 4 മണി വരെ കലാപരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് കേട്ടോ എല്ലാവരും പോയത്. ഞാനൊരു ചായയൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ മോനൊരു 7ൻ്റെ പണി എനിക്ക് തന്നു. ഉള്ള ബഡ്സ് എല്ലാം കൂടി എടുത്ത് തറയിലങ്ങ് തട്ടി. എന്നിട്ട് ഇതേ പോയി ഈ കബോർഡിനകത്ത് ഇരിക്കുകയാണ് കേട്ടോ, ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ. പിന്നെ ഞാനതെല്ലാം പറക്കി അടുക്കി വെച്ചു. ഉച്ചയ്ക്ക് നമ്മൾ ഇന്ന് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അയാനും ഞാനൊരു ഷേക്ക് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് കിച്ചണിൽ നിന്നാണ് കേട്ടോ ബിരിയാണി വാങ്ങിച്ചത്. എല്ലാവരും ഉച്ചയായപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വൈകുന്നേരമാണ് കേട്ടോ ഫ്ലൈറ്റ്. നമ്മൾ ഇന്നാണ് നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത് കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ട് ബിരിയാണി കഴിച്ചു. ഒരു ബിരിയാണിയിൽ 3 പേർക്ക് സുഖമായിട്ട് കഴിക്കാം കേട്ടോ. ഏതാണ്ട് ഒരു 4-5 പീസ് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.